പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് റേ ഓപ്റ്റിക്സിൻ്റെ വിവിധ ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനി റേ ഓപ്റ്റിക്സിൻ്റെ ഇൻട്രോ, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഈ 3-4 ക്ലാസ്സുകളിലായിട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് അതിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ചെറിയ ഒരു ഡെറിവേഷനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ, അതായത് ഒരു ലെൻസ് അല്ലെങ്കിൽ ഒരു മിറർ. ഇതിപ്പോൾ ഒരു മിറർ ആണെങ്കിൽ ഇതിൻ്റെ റേഡിയസ്, ഇതിൻ്റെ സെൻറ്ററിനെ നമ്മൾ പോൾ എന്നാണ് പറയുക. പോൾ അല്ലേ, ഇതൊരു മിറർ ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററാണ് എന്ത്, പോൾ. ഈ മിറർ ശരിക്കും ഒരു വലിയ സ്ഫിയറിൻ്റെ ഭാഗമാണ്. ഇതെന്തെല്ലാം, ഇത് വെറുതെ ഒരു വളഞ്ഞ ഒരു സംഗതി മാത്രമല്ല. ഇതെന്താണ്, ഇതൊരു വലിയ ഒരു സ്ഫിയർ, ആ സ്ഫിയറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ആ മിറർ ശരിക്കും ഏത് സ്ഫിയറിൻ്റെ ഭാഗമാണോ, ഒരു മിറർ ശരിക്കും ഏത് സ്ഫിയറിൻ്റെ ഭാഗമാണോ ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് എന്ത്, റേഡിയസ് ഓഫ് കർവേച്ചർ. ഇവിടുന്ന് ഈ പോൾ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആ റേഡിയസ് ഓഫ് കർവേച്ചർ. അതുപോലെ ആ സെൻറ്ററിനാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. റേഡിയസ് ഓഫ് കർവേച്ചറും സെൻറ്റർ ഓഫ് കർവേച്ചറും. അതുപോലെ ലൈറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് ഈ പ്രിൻസിപ്പൽ ആക്സിസ്, ഈ ലൈനിനാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയാം. ഈ പ്രിൻസിപ്പൽ ആക്സിസിൽ ലൈറ്റ് റേസ് വന്ന് മെർജ് ചെയ്യുന്ന ആ പോയിന്റിനെ, അതിനാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. ഫോക്കസ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസിനാണ് എന്ത് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് സെൻറ്റർ മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസാണ്. ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഫോക്കസ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത്തിനെ സ്മോൾ ലെറ്റർ എഫ് കൊണ്ടും റേഡിയസ് ഓഫ് കർവേച്ചറിനെ ക്യാപിറ്റൽ R കൊണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള ഒരു റിലേഷൻ, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത്, ഫോക്കൽ ലെങ്തിന് എഫ് എന്ന് എഴുതാം, ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. അത് ഞാനൊരു കോൺകേവ് മിറർ വരയ്ക്കുകയാണ്. മിററിനെ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നു, കോൺകേവ് മിറർ. ഇതിൻ്റെ മിനുസമുള്ള ഭാഗമുള്ളത് ഉൾഭാഗത്താണ്. ഇവിടെ ഡാഷ് ആക്കിയിട്ടിട്ടുള്ളത് അതിൻ്റെ റഫായിട്ടുള്ള സർഫസ്, ഒന്നും കാണാത്ത സർഫസാണ് ഇപ്പോൾ പുറത്തേക്ക് ഉണ്ടായിരിക്കുക. ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇതേപോലെ ഇങ്ങനെ വളഞ്ഞ ഒരു മിററാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് മാർക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഉണ്ടാവാൻ പാടുള്ളൂ. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് അതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്യാം. ആദ്യം ആ സ്ഫിയറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. വലിയൊരു സ്ഫിയർ അല്ലേ, ആ സ്ഫിയറിൻ്റെ സെൻറ്ററാണ് സി, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇതിന് പറയുന്ന പേരെന്താണ്, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നാണ് ഇതിന് പറയുന്ന പേര്. ഇനി ഫോക്കസ് മാർക്ക് ചെയ്യണം. ഫോക്കസ് മാർക്ക് ചെയ്യാൻ ആദ്യം ഒരു ലൈറ്റ് റേ നമുക്ക് ഇൻസിഡൻറ്റ് ചെയ്യിക്കാം. ഇതേപോലെ ഒരു ലൈറ്റ് റേ വന്ന് ഇവിടെ ഹിറ്റ് ചെയ്യുന്നു, ഇതിങ്ങനെ കട്ട് ചെയ്തു. ഇതാണ് അതിൻ്റെ ഫോക്കസ്. ഓക്കെ, ഇപ്പോൾ 2 കാര്യങ്ങൾ മാർക്ക് ചെയ്തു. ഒന്ന് സെൻറ്റർ ഓഫ് കർവേച്ചർ, രണ്ടാമത് ഫോക്കസ്. ഈ ലൈറ്റർ ഇനിയിപ്പോൾ ഇവിടുന്ന് താഴെ നിന്ന് ഒരു ലൈറ്റർ വന്നു കഴിഞ്ഞാലും ഇവിടെ തട്ടിയിട്ട് ഇതിലൂടെ തന്നെയാണ് എന്ത് ചെയ്യുക, കടന്നു പോവുക. അപ്പോൾ സൗകര്യത്തിന് വേണ്ടി തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, അതവിടെ മാർക്ക് ചെയ്യുന്നില്ല എന്ന്. ഇനി സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് മിററിൻ്റെ ഒരു നമ്മളിപ്പോൾ എടുക്കുന്ന ഭാഗത്തിനെ QP ആക്കിയിട്ട് ഇവിടെ ഈ പോയിന്റ്, ഈ പോളിനെ P എന്നും ഈ ലൈറ്റ് റേ വന്ന് ഹിറ്റ് ചെയ്യുന്ന ഭാഗത്തിനെ Q എന്നും മാർക്ക് ചെയ്യാം.
ഇനി ക്യൂപിയിൽ നിന്ന് സിയിലേക്ക്, ക്യൂവിൽ നിന്ന് സിയിലേക്ക്, അതായത് സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. എഫ് ഇവിടെ ഇങ്ങനെ ഡാഷ്ഡ് ലൈൻ ആയാലും വളരെ നന്നായി. ഓക്കെ, ഇനി ഇവിടുത്തെ ആംഗിൾസ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അപ്പോൾ മുകളിലുള്ള ആംഗിൾ, ഇവിടുത്തെ ആംഗിൾ തീറ്റ എന്ന ആംഗിളാണ്. ഇവിടുത്തെ ആംഗിൾ തീറ്റ എന്ന് മാർക്ക് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ അതേ സെയിം ആംഗിൾസ് തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുക, ഇവിടെ ഉണ്ടായിരിക്കുക അല്ലേ. ഇവിടെ തീറ്റ എന്ന ആംഗിളായിരിക്കും, ഇവിടെ എന്തായിരിക്കും, തീറ്റ എന്ന ആംഗിളായിരിക്കും. ഇവിടെ ഉണ്ടായിരിക്കുന്ന ആംഗിൾ 2 തീറ്റ എന്ന ആംഗിളായിരിക്കും. ഇങ്ങനെയല്ലേ വരുന്നത്. മാത്തമാറ്റിക്സിൻ്റെ സംഭവങ്ങളാണ്. ഇവിടുത്തെ ആംഗിൾ തീറ്റ, ഇവിടുത്തെ ആംഗിൾ തീറ്റ, ഇവിടുത്തെ ആംഗിൾ തീറ്റ. ദെൻ ഈ ആംഗിൾ എന്തായിരിക്കും, തീറ്റ പ്ലസ് തീറ്റ, 2 തീറ്റ ആയിരിക്കും എന്ത്, ഇവിടുത്തെ ആംഗിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്യാം. ഫോക്കൽ ലെങ്ത് എഫ്, ക്യാപിറ്റൽ എഫ് ആണ്. ഫോക്കൽ ലെങ്ത് എഫ്, ഇവിടുന്ന് പോൾ വരെയുള്ള ഡിസ്റ്റൻസ്. ഇനി റേഡിയസ് ഓഫ് കർവേച്ചർ ആർ, ഇവിടുന്ന് പോൾ വരെയുള്ള ഡിസ്റ്റൻസ്. സെൻറ്റർ ഓഫ് കർവേച്ചർ മുതൽ ഇവിടുന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എഫ് ഉണ്ട്, സി ഉണ്ട്, പി ഉണ്ട്, ക്യൂ ഉണ്ട്. ഓക്കെ, ഇനി എഫും ആറും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ 2-3 ആംഗിൾസ് നിങ്ങൾക്ക് കാണാം അല്ലേ. ക്യൂ എഫ് പി ഉണ്ട്, ക്യൂ സി പി ഉണ്ട് അല്ല. ഇങ്ങനെ 2-3 ആംഗിൾസ് കാണാറുണ്ട് നിങ്ങൾക്ക് ഇവിടെ. ട്രയാംഗിൾസ് ക്യൂ എഫ് പി, ക്യൂ സി പി, ക്യൂ എഫ് പി, ക്യൂ സി പി, ഇങ്ങനെ 2 ആംഗിൾസ് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എഫും ആറും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ ക്യൂ സി പി, ക്യൂ സി പി ഇവിടെ ഉണ്ട്. ക്യൂ പി എന്നൊരു ആർക്ക് അത് ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ആംഗിൾ, എന്താണ് കോൺ. ആംഗിൾ എന്നാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കും. അപ്പം ആംഗിൾ എന്ന് പറയുന്നത് ആർക്കിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് ആംഗിൾ എന്ന് പറയാം. ആംഗിൾ ഈക്വൽ ടു, ഏത് ആംഗിൾ എന്ന് പറഞ്ഞാലും ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ്. ആർക്ക് ബൈ റേഡിയസ് ആണ്. വളരെ കോമൺ ആയി പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ്. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ ഒരു സർക്കിളാണ് എന്ന് വിചാരിക്കാം. വല്ലാണ്ട് സർക്കിളായിപ്പോയി, അത്ര വൃത്തി വേണ്ട അല്ലേ. ഓക്കെ, ഇതിപ്പോൾ ഒരു സർക്കിളാണ്. ഓക്കെ, ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആർ. അപ്പോൾ ഞാൻ ഒരു ആംഗിൾ, എനിക്ക് ഒരു ആംഗിൾ, ഒരു 45 ഡിഗ്രി ആംഗിൾ, ഇതാണിപ്പോൾ 45 ഡിഗ്രി ആംഗിൾ. ആംഗിളാണ് ആ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് 45 ഡിഗ്രി ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ് ആണ്. അതായത് ഇവിടുത്തെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി, ഈ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആർക്ക് ലെങ്ത്. എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, ആർക്ക് ലെങ്ത്, ഡിവൈഡഡ് ബൈ ആർ. ഈ കേസിൽ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസിനെ ആർ എന്ന ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 45 ഡിഗ്രി ആംഗിൾ. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇത് എക്സ്, ഇത് വൈ. അപ്പോൾ എങ്ങനെ ഉണ്ടാവും, എക്സ് മുതൽ വൈ വരെയുള്ള ഡിസ്റ്റൻസിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 90 ഡിഗ്രി. കാരണം ഇത് 90 ഡിഗ്രി അല്ലേ. എക്സ് മുതൽ വൈ വരെയുള്ള ഡിസ്റ്റൻസിനെ ആർ എന്ന ഡിസ്റ്റൻസ് ഏതാണ്, സർക്കിളിൻ്റെ റേഡിയസ് ആണ്. റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആൻസർ കിട്ടാം, 90 ഡിഗ്രിയാണ് കിട്ടാം. ആ 90 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ. അപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് ബൈ റേഡിയസ് ആണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് തീറ്റ കണ്ടുപിടിക്കണം, 2 തീറ്റ കണ്ടുപിടിക്കണം, എഫും ആറും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. ഇതിന് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇതേ സംഭവം തന്നെ. ഈ ബേസിക് ആയിട്ടുള്ള, ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഗതിയാണ് ഈ ട്രിഗ്നോമെട്രിയിൽ നമ്മൾ സൈൻ പഠിക്കുന്നു. സൈൻ കമ്പോണൻസ്, സൈൻ, കോസ്, ടാൻ, സൈൻ തീറ്റ, കോസ് തീറ്റ, സൈൻ സ്ക്വയർ തീറ്റ +1, കോസ് സ്ക്വയർ തീറ്റ +1, ഇങ്ങനെ പലതും പഠിക്കുന്നുണ്ട്. പക്ഷേ
അടിസ്ഥാനപരമായിട്ട് ട്രിഗ്നോമെട്രിയിൽ ആകെ പഠിക്കാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, അതാണ് ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഇത് മാത്രം നമ്മൾ പഠിക്കില്ല, എന്നിട്ട് ബാക്കിയൊക്കെ പഠിക്കുന്നില്ല. ട്രിഗ്നോമെട്രിയുടെ അടിസ്ഥാനപരമായ ഇക്വേഷനാണ് ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഇത് പഠിച്ചിട്ട് ട്രിഗ്നോമെട്രി പഠിക്കാനിരുന്നാൽ എല്ലാം എളുപ്പമായിരിക്കും. ഇത് പഠിക്കാതെ പിന്നെ എന്തിന് നടന്നാലും എന്തുണ്ടാവില്ല, എളുപ്പമുണ്ടാവില്ല. എല്ലാ കാര്യങ്ങൾക്കും ഒരു എളുപ്പം, ഒരു ഒരു സിമ്പിൾ വഴികൾ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ആ വഴികൾ നമ്മൾ തേടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു സംഗതി ഉണ്ടായിരിക്കുക അതിൻ്റെ അടിസ്ഥാനം എന്താണോ അവിടെ തന്നെയാണ് അതിൻ്റെ ആ രഹസ്യം, ആ അടിസ്ഥാനപരമായ സംഗതിയിൽ തന്നെ ഉണ്ടായിരിക്കുക. നിങ്ങൾ ആൽക്കെമിസ്റ്റ് എന്ന നോവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെയുള്ള ഒരുപാട് നോവൽസ്, അതുപോലെ ഡാൻ ബ്രൗണിൻ്റെ ദി ഡാവിഞ്ചി കോഡ് അല്ലേ, ഡാവിഞ്ചി കോഡ് എന്ന നോവൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ രസകരമായ നോവലാണ്. അതിൽ സിനിമ ഒക്കെ ഉണ്ട്. പഴയ കാലത്തെ കുറേ സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് ആധുനിക ലോകത്തുണ്ടാകുന്ന ഒരു രഹസ്യം, ആ രഹസ്യം അന്വേഷിച്ചു പോകുന്ന ഒരു കഥയാണ് ഡാവിഞ്ചി കോഡ്. ഡാവിഞ്ചി കോഡിൽ അന്വേഷിക്കുന്നത് ഒരു കല്ലറ അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ കല്ലറ അന്വേഷിക്കുന്ന കഥയാണ് ഈ ഡാവിഞ്ചി കോഡ്. അപ്പോൾ അതിൽ മറിയം എന്ന ക്രിസ്ത്യൻ മിത്തോളജിയിൽപ്പെട്ട യേശുവിൻ്റെ അമ്മ മറിയം, അവരുടെ കല്ലറ എവിടെയാണ് എന്ന് അന്വേഷിക്കുന്ന കഥയാണ് ഡാവിഞ്ചി കോഡ്. ഇത് തുടങ്ങുന്നത് പാരീസിലെ ലൂറ് മ്യൂസിയത്തിൽ നിന്നാണ്. ആ മ്യൂസിയത്തിൽ അതിൻ്റെ ക്യൂറേറ്ററായിട്ടുള്ള, അതായത് അത് നോക്കി നടത്താൻ അധികാരപ്പെടുത്തിയിരിക്കുന്ന ആൾ കൊല്ലപ്പെട്ട ഒരു സംഭവം. ആ സംഭവത്തിൽ നിന്നാണ് ആ കഥ ഡെവലപ്പായി വരുന്നത്. അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെടുന്നു, പിന്നീട് പല ആളുകൾ കൊല്ലപ്പെടുന്നു, അതിനിടയിൽ പല സംഭവ വികാസങ്ങളുണ്ടാകുന്നു, നായകൻ നായികയെ കണ്ടുമുട്ടുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതിനിടയിൽ ഈ ലോകത്തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള തരത്തിലുള്ള ചിന്തകൾ ആ പുസ്തകത്തിലൂടെ നീളം പറഞ്ഞു വെക്കുന്നു. പല രഹസ്യങ്ങളും അനാവരണം ചെയ്യുന്നു. അങ്ങനെ അത് പോയിട്ട് അവസാനം ആ കല്ലറ കണ്ടെത്തുക. ആ കല്ലറ, നമ്മൾ ഈ കഥ തുടങ്ങിയ അവസരത്തിൽ എവിടെയാണോ കഥ തുടങ്ങുന്നത്, ലൂവർ മ്യൂസിയത്തിൽ വെച്ചിട്ട് അതിൻ്റെ ക്യൂറേറ്ററായിട്ടുള്ള ഴാൻ സൊനീയർ, അദ്ദേഹം കൊല്ലപ്പെടുന്നതാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ലൂവർ മ്യൂസിയത്തിൽ തന്നെയാണ് ഈ കല്ലറ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ആ നോവൽ അവസാനിക്കുന്നത്. അതുപോലെ പൗലോ കൊയ്ലോ എന്ന ബ്രസീലിയൻ നോവലിസ്റ്റിൻ്റെ പ്രസിദ്ധമായ ആൽക്കെമിസ്റ്റ് എന്ന നോവൽ, അതിലെ നായകൻ അദ്ദേഹം ഒരു നിധി തേടിയിട്ട് പോകുന്ന കഥയാണത്. അദ്ദേഹം നിധി തേടി അലഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. അങ്ങനെ അദ്ദേഹത്തിന് ആ ഇൻഡ്യൂഷൻ കിട്ടുകയാണ്, ഇന്ന സ്ഥലത്താണ് നിധി ഉള്ളത് എന്ന് മനസ്സിലായി. അങ്ങനെ ആ സ്ഥലത്ത് ചെന്ന് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തോട് അവിടെയുള്ള ഒരാൾ പറയുന്നുണ്ട്, നിധി ഇരിക്കുന്നത് ഇവിടെയല്ല, മറ്റൊരു സ്ഥലത്താണ് നിധി ഉള്ളത്. അപ്പോൾ അദ്ദേഹം ചോദിക്കും എവിടെയാണ്? അപ്പോൾ പറയും അത് ഇന്ന സ്ഥലത്താണുള്ളത്. ആ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ നായകൻ ഈ നിധി തേടി ഇറങ്ങിയ സ്ഥലം ഏതാണോ അവിടെ തന്നെയാണ് ആ നിധി ഇരിക്കുന്നത്. അതായത് എല്ലാ സംഗതികളും അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ലക്ഷ്യം, ആ ലക്ഷ്യം അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അത് കിട്ടാതെ നമ്മൾ പരക്കം പായും, പക്ഷേ അതവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ശബരിമല എന്ന് പറയുന്ന ഒരു പുണ്യസ്ഥലമുണ്ട്. അവിടെ വലിയ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും വ്രതങ്ങളും ഒക്കെ സഹിച്ചിട്ട് ജനങ്ങൾ പോയിട്ട് തൊഴുതു വരുന്ന ഒരു കേന്ദ്രമാണ് അത്. നിങ്ങൾക്കറിയുന്നതാണല്ലോ. പക്ഷെ അവിടെ ചെന്നാൽ അവിടെ എഴുതി വച്ചിരിക്കുന്നത് തത്വമസീന്ന്, അത് ഞാൻ തന്നെ, അത് നീ തന്നെ, അതാണ് അതിൻ്റെ അർത്ഥം. അത് നീ തന്നെയാണ്. അതായത് നീ ആരെ തേടിയാണോ വന്നത് അത് നിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതാണല്ലോ അതിൻ്റെ ഒരു തത്വം. അപ്പോൾ അതുപോലെ എല്ലാ വിഷയങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള
ഒരു ഫോർമുല, ഒരു രഹസ്യം ഉണ്ടായിരിക്കും. ട്രിഗണോമെട്രിയുടെ മുഴുവൻ രഹസ്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോർമുലയിലാണ്. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ ആർക്ക് നമുക്ക് നോക്കാം. QCP എന്ന ഒരു ആർക്ക് നമ്മൾ എടുക്കുകയാണ്. ഫ്രം QCP നിങ്ങൾക്കതിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? ആർക്ക് QCP ഇംപ്ലൈസ്, QCPയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. ജസ്റ്റ് ഇംപ്ലൈസ് വേണ്ട, നമുക്കൊരു ആരോ മാർക്ക് RQCP അല്ലേ. QCPയിലെ ആംഗിൾ ഏതാണ്? QCP. ഇവിടുത്തെ ആംഗിൾ തീറ്റ എന്ന ആംഗിളാണ്. അപ്പോൾ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ് അല്ലേ. അപ്പോൾ തീറ്റ എന്ന ആംഗിൾ, തീറ്റ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. ഏതാണ് ആർക്ക്? ഈ QCP എന്ന ട്രയാങ്കിൾ. ഇപ്പോൾ ഈ ട്രയാങ്കിളിൽ ഉണ്ടാവും, ഇത് ശരിക്കും ട്രയാങ്കിൾ ഇങ്ങനെ ഉണ്ടായിരിക്കുക. അത് വളരെ ചെറിയൊരു ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ആ കർവിനെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് പറയാമെന്ന് മാത്രം. തീറ്റ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. QP ആണ് ആർക്ക്. QP ഡിവൈഡഡ് ബൈ റേഡിയസ്. ഏതാണ് റേഡിയസ് എന്ന് പറയുന്നത്? ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടുത്തെ റേഡിയസ്. അതായത് C മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ്. C മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് ഏതാണ്? റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. QP ബൈ R ആണ്. QP ബൈ R. ഇതാണ് ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ ആംഗിൾ QFP അല്ലേ. ഇവിടുന്ന് ഇങ്ങനെയുള്ള ആംഗിൾ ഫ്രം QFP. QFPയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആംഗിൾ 2 തീറ്റയാണ്. 2 തീറ്റ എന്നാണ്. കാരണം ഇവിടെ തീറ്റ എന്ന ആംഗിളാണ്, ഇവിടെയും തീറ്റ എന്ന ആംഗിളാണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? അതാണ് ഇവിടുത്തെ ആംഗിൾ ഉണ്ടായിരിക്കുക. ഇങ്ങനെ ചരിച്ച് വരച്ച് കഴിഞ്ഞാൽ തീറ്റ പ്ലസ് തീറ്റ ഈക്വൽ ടു 2 തീറ്റ. അപ്പോൾ 2 തീറ്റ എന്ന ആംഗിൾ 2 തീറ്റ ഈക്വൽ ടു, ദാറ്റ് ഈസ് 2 തീറ്റ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് അല്ലേ. ആർക്ക് ബൈ റേഡിയസ് ഈക്വൽ ടു അല്ലേ. ഇവിടുത്തെ ആർക്ക് ഏതാണ്? QP തന്നെയാണ് ഇവിടുത്തെ ആർക്ക്. QP ഡിവൈഡ് ബൈ റേഡിയസ് ഏതാണ്? റേഡിയസ് ഉണ്ടാവും, ഇതാണല്ലോ, ഇങ്ങനെയല്ലോ. ഈ ഒരു ഇത് ഇങ്ങനെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടുത്തെ റേഡിയസ് ഈ F മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ്, അതായതാണ് സ്മോൾ ലെറ്റർ F. ഇതിൽ R എന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ. F എന്നത് ഫോക്കൽ ലെങ്ത്. R റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. F എന്താണ്? F ഫോക്കൽ ലെങ്ത് ആണ്. ഓക്കെ. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നും നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്നും പറഞ്ഞു. ഇവിടെ വേണ്ട, തീറ്റ ഈക്വൽ ടു QP ബൈ R ആൻഡ് 2 തീറ്റ ഈക്വൽ ടു QP ബൈ F. ഇവിടെ QP ഉണ്ട്, ഇവിടെ QP ഉണ്ട്, ഇവിടെ തീറ്റ ഉണ്ട്, ഇവിടെ 2 തീറ്റ ഉണ്ട്. പിന്നെ നമ്മൾ ഇത് രണ്ടും കൂടി അല്ലേ 1/2 ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുക? ഇക്വേഷൻ നമ്പർ 1 എന്താവും? തീറ്റ ഈക്വൽ ടു അല്ലേ തീറ്റ ബൈ 2 തീറ്റ. ഇക്വേഷൻ നമ്പർ 1 തീറ്റ ഡിവൈഡ് ബൈ 2 തീറ്റ ഈക്വൽ ടു QP ബൈ R. കേസ് നമ്പർ 1 ആണ്. ഡിവൈഡ് ബൈ കേസ് നമ്പർ 2 QP ബൈ F. ഇത് രണ്ട് ഭാഗത്തും QP ഉണ്ട് അല്ലേ. ഇപ്പോൾ QPയും കൂടി എന്ത് ചെയ്യും? അത് ക്യാൻസൽ ചെയ്ത് പോകും. നമുക്കിതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? തിരിച്ചെഴുതും ചെയ്യാം. നമുക്ക് എന്താ കിട്ടുക? ലാസ്റ്റ് F ബൈ R കിട്ടും. ഇതിങ്ങനെ റിവേഴ്സ് ആയിട്ടാണ് വരിക. QP എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്തു. F ബൈ R. തീറ്റ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 1/2 ഈക്വൽ ടു F ബൈ R. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ 1 ഇൻറ്റു R ഈക്വൽ ടു 2 ഇൻറ്റു F. 1 ഇൻറ്റു R മീൻസ് വാട്ട് ഈസ് 1 ഇൻറ്റു R? R അല്ലേ. R ഈക്വൽ ടു 2F. R ഈക്വൽ ടു 2F. ഈ ഒരു ഫോർമാറ്റിലാണ് കിട്ടുന്നത്. അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ ഈക്വൽ ടു 2 ഇൻറ്റു ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇരട്ടിയായിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ. ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇരട്ടിയായിരിക്കും എപ്പോഴും എന്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ കുട്ടികളെ. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ, വളരെ ചെറിയ ടോപ്പിക്കുകൾ എടുത്തു പോകാനുള്ള കാരണം തന്നെ
വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റു കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.